ഹായ് ഓൾ, നമ്മൾ ഇന്ന് ജിം ടൂർ ചെയ്യാൻ വന്നിരിക്കുന്നത് കോലയിലുള്ള AMR ജിമ്മിലാണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് AMR ജിമ്മിലാണ്. അപ്പോൾ AMR ജിമ്മിന്റെ വിശേഷങ്ങൾ നമുക്ക് AMR ജിമ്മിന്റെ ഓണർ ആയിട്ടുള്ള അജീഷ് ബ്രോനോട് ചോദിക്കാം. ഓക്കെ ബ്രോ, എങ്ങനെയാണ് ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്താനുള്ള റീസൺ എന്ന് പറയുന്നത്? ആക്ച്വലി ഇതെൻ്റെ ഒരു പാഷന്റെ മുകളിൽ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം നമ്മുടെ എപ്പോഴും ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരിക്കുമല്ലോ. ജിമ്മിൽ നമ്മൾ പോവാറുണ്ട്, പക്ഷെ ആ ഒരു ഡ്രീം നമ്മുടെ മനസ്സിൽ നിന്ന് കിടന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, 5 years ആയിട്ട് ദുബായിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ HSC എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ പിന്നെ ഒരു ദിവസം ഒരു ഈവനിങ് നാട്ടിൽ വന്നു, 10 days നാട്ടിൽ വന്നതാണ് ഞാൻ. അത് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞിടാ നീ പോണോ എന്നുള്ളൊരു സജഷൻ. വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് അറിവുള്ള കാര്യം ചെയ്യുക എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സർട്ടിഫിക്കേഷൻ വേണമല്ലോ. ഇപ്പോൾ ഇത് വെറുതെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം സർട്ടിഫിക്കേഷൻ എന്താ ചെയ്യാൻ പറ്റുക നോക്കി. അപ്പോൾ നമ്മൾ ചെയ്ത സർട്ടിഫിക്കേഷൻ ബഷീർ സാറിന്റെ ആണ്, ഗയോ ഫിറ്റ്നസ്. അപ്പോൾ അവരുടെ സർട്ടിഫിക്കേഷൻ എടുത്തു. അത് കഴിഞ്ഞൊരു 9 months 1 year ഒരു ട്രെയിനറായിട്ട് ജിമ്മിൽ നിന്നു. എൻ്റെ ആദ്യത്തെ ആശാൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ക്ലീറ്റസ് ആണ് എൻ്റെ സ്മാർട്ട് ഫിറ്റ്നസ് സ്റ്റുഡിയോ. അപ്പോൾ അവിടെ ചെന്നു, അവിടുത്തെ ട്രെയിനറായിട്ട് നിന്ന് എക്സ്പീരിയൻസ് ഒക്കെ ആക്കി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു 6 months ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്. 6 months എടുത്തു ആക്ച്വലി ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ഓക്കെ, അതൊരു നല്ല കാര്യമാണ്. കാരണം ജിമ്മ് ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങാൻ പാഷനാണ്, പക്ഷെ അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ വെച്ചതും അതൊക്കെ വളരെ നല്ലൊരു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ സർവീസസ് ആണ് കൊടുക്കുന്നത്? ഇപ്പൊ നമ്മൾ ചെയ്യണത് എന്താന്ന് വെച്ചാൽ നമ്മള് ഡിവിഷൻ ഇല്ല, നമ്മൾ സ്ട്രെങ്ത്തും കാർഡിയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സ്ട്രെങ്ത്തിന് വേറെ, കാർഡിയോന് വേറെ എന്നില്ല. ആ ഒരു ഫീ സ്ട്രക്ചർ അങ്ങനെ വെച്ചേക്കുന്നത്, സെപ്പറേഷൻ ഇല്ലാതെ ഒറ്റ ഫീ സ്ട്രക്ചറിൽ. എന്താന്ന് വെച്ചാൽ നമുക്കൊരു ബോഡി ബിൽഡിംഗ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും രണ്ടും ആവശ്യമാണ്. അത് നമ്മൾ സെപ്പറേഷൻ ചെയ്ത് കൊടുത്താൽ ക്ലയൻസിനും മനസ്സിലാവില്ല. അപ്പൊ ഇത് വേണ്ട, ഇത് മാത്രം മതി എന്നുള്ള രീതിക്ക് വരും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ക്ലബ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അത്യാവശ്യമാണ്. ഡിവിഷൻ വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം മതി, സ്ട്രെങ്ത് മാത്രം മതി എന്നുള്ള ഡിവിഷൻ വരും. അപ്പൊ നമ്മൾ ക്ലബ് ചെയ്തിട്ടാണ് ഇത് രണ്ടും കൊടുക്കുന്നത്, സെപ്പറേഷൻസ് ഇല്ല. പിന്നെ നമ്മൾ നോർമൽ PT കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഫാറ്റ് ലോസ്, ഡയറ്റ് പ്ലാൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ. എത്ര ട്രെയിനേഴ്സ് ഉണ്ട് ഇവിടെ? പ്രസന്റ്ലി 2 ട്രെയിനറാണ്, ഞാനും വേറൊരാൾ. പിന്നെ ഇപ്പൊ ക്ലയൻസിന്റെ ഇത് പ്രകാരം നമ്മൾ കൂട്ടുന്നതായിരിക്കും. നമ്മളിപ്പോ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണല്ലോ, നമ്മൾ കുറെ ട്രെയിനേഴ്സ് ഇട്ടിട്ട് കാര്യമില്ല. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇപ്പൊ 10 days ആയിട്ടുള്ളൂ. ഓക്കെ, നൈസ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ ഒരാള് ഇപ്പൊ ഒരു കല്യാണമാണ്, അല്ലെങ്കിൽ ഒരു ഇവന്റ് വരികയാണ്, എനിക്ക് ഇത്ര 3 മാസം കൊണ്ട് ഫാറ്റ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് ബോഡി ഒന്ന് ഗെയിൻ ചെയ്ത് ജീവിക്കണം, അങ്ങനെയൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കും? നമുക്ക് സമയം വേണം. എന്ത് കാര്യത്തിനും നമുക്ക് സമയം വേണം. ഇപ്പൊ ഒരു 1 week ബിഫോർ വന്നിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഇപ്പൊ 3 months 4 months എടുത്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ ടൈമാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യമല്ല. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ഉണ്ട്, കല്യാണമാണ്. കാരണം ഒരുപാട് പേർക്ക് അതാണ് നോർമലി ഫിറ്റ്നസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ വിരളമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരാൾ വരിക, അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളവർക്ക് ഉള്ളൊരു ഇതുണ്ടാവും. ഇപ്പൊ AMR ജിമ്മിൽ വന്ന ഇത് നടക്കായൊന്നുമില്ല. പക്ഷെ അവര് എനിക്ക് 6 months തന്നു, അല്ലെങ്കിൽ 3 months തന്നു. തീർച്ചയായിട്ടും ട്രാൻസ്ഫോം ചെയ്തു. പക്ഷെ അവര് ഇതിന്റെ തരുന്ന ഡെഡിക്കേഷൻ, അവരുടെ തിരക്കുകളുണ്ടാവും. അവര് എനിക്ക് അവരുടെ എല്ലാ ഡെയിലി ലൈഫിലത്തെയും 24 hours ഉണ്ട്, അതിൽ 1 hour എനിക്ക് തരണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. അതെല്ലാവർക്കും അറിയണ കാര്യം. ഞാനത് കൺഫേം ചെയ്ത് ചോദിച്ചതാണ്. ഓക്കെ, അങ്ങനെ. അപ്പൊ നമുക്കിവിടെ ഫീ സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ്? ഫീ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മള് മന്ത്ലി 2000 ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻക്ലൂഡഡ് ആണ്. കാർഡിയോ, സ്ട്രെങ്ത് എല്ലാം വരുന്നുണ്ട്, സെയിം ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്, നമ്മൾ കാർഡിയോ സെക്ഷൻ അല്ലെങ്കിൽ ഫ്ലോ വർക്ക്ഔട്ട് സെക്ഷൻ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് വാമപ്പും കാര്യങ്ങളൊക്കെ മെഷീൻസിന്റെ ഇടയിൽ നിന്ന് ചെയ്യേണ്ട കാര്യം സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മുടെ ജിമ്മിൽ ഏത് ബ്രാൻഡിന്റെ മെഷീൻസ് ആണ് എടുത്തിരിക്കുന്നത്? നമ്മളിപ്പോ സ്ട്രെങ്ത്തിൽ വരികയാണെങ്കിൽ നമ്മൾ റിയൽ ലീഡറിന്റെ മെഷീൻസ് ആണ്, റിയൽ ലീഡർ യൂസ്. ഇമ്പോർട്ടഡ് ആണോ? ഇമ്പോർട്ടഡ് ആണ്. പിന്നെ അതിൽ തന്നെ വെൽകെയറിന്റെ മെഷീൻസ് വരുന്നുണ്ട്. അതെ, വെൽകെയറിന്റെ ഫേം സീരീസിലെ മെഷീൻസ് വരുന്നുണ്ട്. പിന്നെ ഹാമർ സീരീസിന്റെ മെഷീൻസ് വരുന്നുണ്ട് വെൽകെയറിന്റെ തന്നെ. മെയിൻ ആയിട്ട് നമ്മൾ
ഈ സെക്ഷൻ നോക്കുകയാണെങ്കിൽ റിയൽ ലീഡറിന്റെ ആണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് എന്താന്ന് വെച്ചാൽ മൾട്ടി സ്റ്റേഷൻസ് കുറവാണ്, സിംഗിൾ സ്റ്റേഷൻസ് ആണ് എല്ലാം ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് കൂടുതൽ മെഷീൻസ് യൂസ് ചെയ്യാം, ലൈൻ നിൽക്കണ്ടല്ലോ. മൾട്ടി സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോ ഇത് മൾട്ടി സ്റ്റേഷൻ ആണ്. അപ്പോൾ ഇത് 2 വർക്ക്ഔട്ട്സ് ചെയ്യാം. ഒരാൾക്ക് തന്നെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി ക്യൂ ഉണ്ടാവും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ജിമ്മിലെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? ടൈമിംഗ് മോർണിംഗ് 5 to 10 ആണ്. ഇപ്പോൾ യൂണിസെക്സ് ജിം ആണ്, മിക്സഡ് ആണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ എൻക്വയറീസ് വരുന്നുണ്ട് സെപ്പറേറ്റ് ലേഡീസ് ടൈം ഉണ്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 8:30 to 10:30 നമ്മൾ ലേഡീസ് ടൈമിന് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. അത് അഡീഷണൽ ആണ്, പക്ഷെ മിക്സഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മോർണിംഗ് 5 to 10:30, ഈവനിങ് 4:30 to 10. ഓക്കെ അജീഷ് ബ്രോ, അപ്പോൾ നമ്മുടെ ഈ ജിമ്മിന് ടോട്ടൽ എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും? ടോട്ടൽ അതായത് AC, എക്യുപ്മെന്റ്സ്, ഇന്റീരിയർ, അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട്? എല്ലാം കൂടി ഇപ്പോൾ അറിയാലോ, ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ്സ് ആണെല്ലാം, നമ്മളൊന്നും ഇന്ത്യൻ എടുത്തിട്ടില്ല, പിന്നെ മെയ്ഡും അല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസ് വന്നിട്ടുണ്ട്. കറക്റ്റ് പറയാന്ന് വെച്ചാൽ 50 lakhs. ഈ AC എല്ലാം അടക്കം നമുക്ക് ഇപ്പൊ ഒരു ആൾക്ക് ജിമ്മ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എനി കമ്മീഷൻ ഡയറക്റ്റ് നമുക്ക് ഡീലേഴ്സ് മെഷീൻസിന്റെ ആൾക്കാരായിട്ട് കണക്ഷൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഞാനായിട്ട് വേണ്ട, അവർക്ക് ഡയറക്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പൊ തേർഡ് പാർട്ടി ഉണ്ടെന്ന് തന്നെ വിചാരിക്കണ്ട. ഇപ്പോ എന്റെ ലൈറ്റിംഗ് ആണെങ്കിലും അതെ, ഇന്റീരിയർ ആണെങ്കിലും അതെ, ഡയറക്റ്റ് നമുക്ക് സംസാരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജിം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ജിമ്മാണ്. അതല്ലാണ്ട് വേറെ തേർഡ് പാർട്ടി വന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വേറൊരാൾക്ക് ഒരു ഡ്രീം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഡയറക്റ്റ് അവർക്ക് ഇന്ന സ്ഥലത്തേക്ക് വിളിച്ചാൽ മതി, നിങ്ങൾക്ക് മെഷീൻസ് കിട്ടും, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മെഷീൻസ് കിട്ടും. അത് എനിക്ക് എന്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. നമുക്കിപ്പോ റിയൽ ലീഡറിന്റെ മെഷീൻസ് ഞാൻ ആദ്യം ഒരു തേർഡ് പാർട്ടി മുഖാന്തരം കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, നമുക്ക് അഫോർഡബിൾ അല്ല. പക്ഷെ ഞാൻ അതാണ് ഈ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് കണക്ഷൻസ് കിട്ടും, ഡയറക്റ്റ് കോണ്ടാക്ട് കിട്ടും. അപ്പൊ നമുക്ക് കോസ്റ്റിലും കുറവ് കിട്ടും. നമ്മൾ ഡയറക്റ്റ് കമ്മീഷൻ ബേസ് ഇല്ല. തേർഡ് പാർട്ടി വരുന്ന എപ്പോഴും കമ്മീഷനാണ്. നമുക്ക് എത്ര മെഷീൻസ് അപ്പൊ അതിൽ കയറ്റാം? ഒരു 3-4 lakhs നമുക്ക് കമ്മീഷനായിട്ട് പോണതിന് പകരം നമുക്കൊരു ട്രെഡ്മില്ല് കയറ്റാം, കയറ്റാം, അല്ലെങ്കിൽ മെഷീൻ തന്നെ കയറ്റാം. അപ്പൊ അങ്ങനെ ഒരു ഇത് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു ജിമ്മ് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അജീഷ് ബ്രോനെ കോൺടാക്ട് ചെയ്യാം. അജീഷ് ബ്രോന്റെ നമ്പറും അതുപോലെ തന്നെ ഈ ജിമ്മിന്റെ അഡ്രസ്സും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്ര നേരം ഞങ്ങളുമായിട്ട് ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഈ ജിം ടൂർ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.